യേശുവെന്ന ഏക വഴി. എല്ലാ മനുഷ്യരും ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനവും ദീർഘായുസ്സും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തുവാനോ രക്ഷ പ്രാപിക്കുവാനോ കഴിയുകയില്ല. ബൈബിൾ വ്യക്തമായി ഇങ്ങനെ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അതായത് രക്ഷ എന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരു സൗജന്യ സമ്മാനമാണ്. എന്തുകൊണ്ടാണ് യേശു മാത്രമാണ് വഴി എന്ന് പറയുന്നത്? കാരണം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം നൽകി മരണത്തെ ജയിച്ചത് യേശു മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ രക്ഷ എല്ലാവർക്കും സ്വന്തമാക്കുവാൻ കഴിയും. അത് വളരെ ലളിതമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെയ്തുപോയ കഴിഞ്ഞകാല പാപം മുഴുവനും ക്ഷമിക്കപ്പെടുകയും നമ്മുടെ ജീവിതം അർത്ഥവത്തായി പുതുക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല, മരണത്തിനപ്പുറം ദൈവത്തോടൊപ്പമുള്ള നിത്യജീവൻ ഉറപ്പാകുന്നു. ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ കൈമാറുന്ന വില കൂടിയ സമ്മാനങ്ങളല്ല ഏറ്റവും വലുത്, മറിച്ച് ഈ ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായ രക്ഷകനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ദൈവവും കർത്താവുമായി സ്വീകരിക്കലാണ്.